നമസ്കാരം. നമസ്കാരം. കേരളത്തിലേറെ വിവാദങ്ങൾക്ക് ശേഷം മന്ത്രിസഭ വരികയും പിന്നീട് ദ്രുതഗതിയിലാണ് ഓരോ തീരുമാനങ്ങൾ വരുന്നത്. ആദ്യത്തെ തീരുമാനം തന്നെ നേരത്തെ ആശാ വർക്കർമാരുടെ കാര്യത്തിലാണ് ഉണ്ടായതെങ്കിൽ രണ്ടാമത് ഏറ്റവും വലിയ തീരുമാനമുണ്ടായിട്ടുള്ളത് കേരളത്തിൽ നടന്ന കേരയിൽ സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതോടൊപ്പം ആലപ്പുഴയിൽ നടന്ന ക്രൂരമായ ഗവൺമെന്റ്മാരുടെ പിണറായി വിജയന്റെ ഗവൺമെന്റ്മാരുടെ മർദ്ദനം, അതിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ വി ഡി സതീശൻ തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറ്റേതൊരു നേതാവിനേക്കാൾ, ഏതൊരു മുഖ്യമന്ത്രിയേക്കാളും വേഗതയിലും സൂക്ഷ്മതയിലും കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മാഷിയുടെ അഭിപ്രായം എന്താണ്? അല്ല, ഈ കാര്യങ്ങളെല്ലാം തന്നെ UDFന്റെ അജണ്ടയിലുള്ള വിഷയങ്ങളാണ്. കാരണം തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെയാണ്. കേരളയിൽ തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. ആശാ വർക്കർമാരുടെ സമരം തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. അതുപോലെ തന്നെയാണ് സർക്കാർ ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. സമരകാലത്ത് അതിക്രൂരമായിട്ടുള്ള രീതിയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ശരിപ്പെടുത്തണം, അവരെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരണം. അത് തെരഞ്ഞെടുപ്പ് അജണ്ടയാണ്. ഇതെല്ലാം വളരെ നാളുകളായിട്ട് തന്നെ UDFനകത്ത് ചർച്ച ചെയ്തിരുന്നതും നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. ഒട്ടും അത് നടപ്പിലാക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. നടപ്പിലാക്കുന്നത് വളരെ കൂടുതൽ പേരുണ്ടാക്കുന്ന പ്രക്രിയ. വളരെ വേഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ സതീശൻ മിടുക്ക് കാണിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അവർ സമരം ചെയ്തപ്പോൾ 1000 രൂപ ആദ്യം കൂട്ടിക്കൊടുത്തു. കൂട്ടിയില്ല, പിന്നെ കൂട്ടി. പിന്നെ രണ്ടാമത് 1000 രൂപ കൂട്ടിക്കൊടുത്തു. 2000 രൂപ ആ സർക്കാർ കൂട്ടിക്കൊടുത്തിരുന്നു. പക്ഷേ ആ 2000 രൂപ കൂട്ടിക്കൊടുത്തതിന് അവർക്ക് കിട്ടിയതിനേക്കാൾ വലിയ ക്രെഡിറ്റാണ് 3000 രൂപ കൂട്ടിക്കൊടുത്ത സതീശന് ലഭിച്ച. കാരണം അത് ഒരു കോസിൻ്റെ പേരിൽ അത് കൂട്ടിക്കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് ആ പ്രശസ്തി കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പൊളിറ്റിക്കൽ വിക്ടറി എന്ന് പറയുന്നത്. അതിലവർ വിജയിച്ചു. കേരളയിൽ അവസാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. പൂർണ്ണമായിട്ടും പഴയ സർക്കാർ എന്ന് പറഞ്ഞത് ഉപേക്ഷിച്ചു, മാത്രമല്ല കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചു. അസാധ്യമായ കാര്യം. പക്ഷേ UDF പ്രഖ്യാപിച്ച കാര്യമാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ മഞ്ഞക്കുറ്റികൾ എടുത്ത് തോട്ടിക്കളയും എന്നുള്ളത്. അതെടുത്ത് തോട്ടിക്കളഞ്ഞു എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം അത് റദ്ദ് ചെയ്തു. അതോടെ അവസാനിച്ചു. പക്ഷെ ക്ലോസർ ചാപ്റ്റർ നേരത്തെ ക്ലോസറാണ്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടിരുന്നു. ഇത്തരം വീടുകൾ, ഇതുമായി ബന്ധപ്പെട്ട മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ ഭൂമി, അതൊക്കെ ഇങ്ങനെ ഫ്രീസ് കിടക്കുകയാണ് എന്നുള്ളതൊരു മാനുഷിക പ്രശ്നമാണ്. അതവർ പരിഗണിച്ചിരുന്നില്ല. ഇവരെ പരിഗണിച്ചു. ഇവർക്ക് അതിൻ്റെ കൈയ്യടി കിട്ടുകയും ചെയ്തു. മാത്രമല്ല അതിലുള്ള കേസുകളൊക്കെ അതിനനുസരിച്ച് ഇല്ലാതോളം കേസുകൾ ഉണ്ടായിരുന്നു. അത് മുഴുവനും പിൻവലിക്കും. അതൊക്കെ വളരെ ശരിയായിട്ടുള്ള തീരുമാനങ്ങളും അതേപോലെ UDFന്റെ ശരിയായിട്ടുള്ള വഴിയിലൂടെ സഞ്ചാരം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം വളരെ ലളിതമായ കാര്യങ്ങൾ. കാരണം എളുപ്പത്തിൽ നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ. എളുപ്പത്തിൽ നടത്താൻ പറ്റാത്ത കാര്യങ്ങളിലേക്കാണ് ഇനി സർക്കാർ വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് അജണ്ട, സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് 15-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂൺ 15 മുതൽ സൗജന്യ യാത്രയാണ്. അതെങ്ങനെ, ഏത് രീതിയിൽ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് വേണം അതിൽ മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പോൾ കണക്കടിപ്പിച്ച സമയത്ത് 112 കോടി രൂപ നഷ്ടം എന്നൊക്കെ പറയുന്നത്, അത് നഷ്ടമല്ല എന്നാണ് ഞാൻ പറയുന്നത്. കൃത്യമായിട്ടുള്ള രീതിയിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞാൽ അതൊരു നഷ്ടമല്ലാത്ത രീതിയിലേക്ക് മാറ്റാം. രണ്ടാമത്, KSRTC എന്തുകൊണ്ട് നഷ്ടത്തിൽ ഓടുന്നു എന്ന് പരിശോധിക്കണമല്ലോ. പ്രൈവറ്റ് ബസ്സുകളൊക്കെ ലാഭകരമായിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ട് ബസ് എന്ത് ചെയ്യാൻ പറ്റും? ലാഭകരമായിട്ട് നടത്താൻ പറ്റും. ഒരു വണ്ടിക്ക് എത്ര ആളുകളാണ് വേണ്ടത് അതായത് തന്നെ തീരുമാനിക്കും. ഒരു വണ്ടി KSRTC സർവീസ് നടത്തുമ്പോൾ ആ വണ്ടിക്ക് എത്ര ജീവനക്കാരും വേണം. പ്രൈവറ്റ് ബസ്സുകൾ 2 പേരാണ് അപ്പോൾ ആകെയുള്ളത്. 3 പേര് 4 പേര്, അതിനപ്പുറത്തേക്ക് ആവശ്യമില്ല. ഇവിടെ 11-12 പേരാണ് ഒരു വണ്ടിക്ക്. അതൊക്കെ മാറ്റണം. അതൊക്കെ മാറ്റാനായിട്ടുള്ള ചടുലമായ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഇടയിൽ അതിലും വളരെ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ലാഭത്തിലാക്കാനായിട്ട് പറ്റും. നേരത്തെ നമുക്കുണ്ടായിരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രി, അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ട് പല സമയത്ത് ശമ്പളം മുടങ്ങുകയൊക്കെ ചെയ്തതാണ്.
പിന്നെ ഗണേശൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരോടെയാണ് കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന രീതിയിലൊക്കെ കാര്യങ്ങളെല്ലാം പോകുന്നത്. എന്ന് വെച്ചാൽ അത് നടത്താനായിട്ട് പറ്റുമെന്നാണ് അതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ഈ മാനേജിങ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ വലിയ അഴിമതിക്കാരാണ്. കാരണം നമ്മളൊരു 10 ബസ് വാങ്ങിച്ചാൽ ഒരു ചേസ് ഫ്രീ ആയിട്ട് ഒരു കൊടുക്കും. അതതിൻ്റെ കമ്മീഷനാണ്. പ്രൈവറ്റ് മേഖലയിൽ പോലും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10 പേര് 100ഉം 200ഒക്കെയാണ് ഒരുമിച്ചെടുക്കുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ഫ്രീകളൊന്നും എന്ത് ചെയ്യാറില്ല, ഇത് കാണിക്കാറില്ല. അത്തരം മേഖലകളിലേക്ക് നല്ല ഇടപെടലുകൾ നടത്തുക. സ്പെയർ പാർട്സ്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ലാഭകരമായിട്ട് നടത്താൻ പറ്റും. ഈ 112 കോടി അതിനകത്ത് തന്നെ വേണേൽ ഉണ്ടാക്കാൻ പറ്റും. അത്തരം ഹോംവർക്ക് അതിനകത്ത് ചെയ്യണം. അത്തരം ഇടപെടലുകൾ അതിനകത്ത് ആവശ്യമായിട്ട് വരും. ഇനി അല്ല അത് നഷ്ടമാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് എന്താണ്, നമ്മൾ ഈ വെൽഫെയർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന് പാർട്ടാണത്. അതങ്ങനെ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമായിത്തീരും. ഇതിനകത്ത് വിവേചനങ്ങൾ പാടില്ല. സ്ത്രീ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും അത് നടപ്പിലാക്കുക എന്ന് പറയുന്നതോടുകൂടി ഈ സതീശൻ സർക്കാർ യഥാർത്ഥത്തിൽ ഭരണത്തിൻ്റെ റെയിലിൽ സഞ്ചരിക്കാനായിട്ട് തുടങ്ങും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്നെടുത്തൊരു തീരുമാനം, മന്ത്രിമാരുടെ സ്റ്റാഫുകൾ 2.5 വർഷം കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ അനുവദിക്കണം എന്നുള്ള തീരുമാനമുണ്ടായി. അത് മാറ്റി 4 വർഷം എന്നുള്ളതാക്കി മാറ്റിയിരിക്കുകയാണ്. 4 വർഷം അല്ല 5 വർഷം ആക്കാവുന്നതാണ്. കാരണം മന്ത്രി വരുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഈ സ്റ്റാഫ് എന്ന് പറയുന്നത്. അത് CPM എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് പെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2.5 വർഷമായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിസഭയുടെ കാലത്ത് 20% സ്റ്റാഫ് ഉണ്ടെങ്കിൽ 40 പേർക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അതിനുവേണ്ടി അവർ ചെയ്തൊരു പരിപാടിയാണ്. അത് വ്യാപകമായിട്ട് എതിർക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. അത് തിരുത്തി, നല്ല കാര്യം. പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂടി കുറച്ചാൽ വളരെ മെച്ചം. ഇത്രയും 20ഉം 25ഉം പേരുള്ള 21 പേര്. ഇനിയിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, PSC മെമ്പർമാർ ഒരു 3 പേരൊക്കെ മതി. 21 പേരെ കൊണ്ട് നടക്കണം. അതും ലക്ഷക്കണക്കിന് രൂപ കൊടുക്കും. അതൊക്കെ ചെയ്യാവുന്നതാണ് ഈ സർക്കാരിന്. ബോർഡുകൾ, നിരവധി ബോർഡുകൾ, റബ്ബർ ബോർഡ്, കിണ്ടി ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബോർഡുകൾ. എന്തിനാണ് ഈ രാഷ്ട്രീയ ജീവികളെ തീറ്റിപ്പറ്റാൻ വേണ്ടി ഉണ്ടാക്കുന്ന ബോർഡുകളാണ്. ഇതിൻ്റെ ഒരു ആവശ്യമില്ല. അതൊക്കെ പിരിച്ചുവിട്ടാൽ തന്നെ കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് ഒഴുകിയെത്തും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത്തരം മേഖലകളിലൂടേക്ക് ഈ സർക്കാർ അതിൻ്റെ പ്രവർത്തനം വ്യാപിക്കുന്നതോടുകൂടി കൂടുതൽ അംഗീകാരം സർക്കാരാണ്. പക്ഷെ സർക്കാർ കടുത്ത പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്ന റിയലായ കുറേ കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ എന്താണത് മാഷെ? അത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് അതിനകത്ത് അവർക്ക് പ്രതിസന്ധി നേരിടാനായിട്ടുള്ള സാധ്യത. ഇപ്പോൾ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ, വ്യക്തതയൊന്നുമില്ല. അത് വ്യക്തത ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ആ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ഒറ്റ പ്രാവശ്യം വീണുപോയാൽ സംഗതി പ്രശ്നമാണ്. മറിയിച്ച് അല്ലേ, മറിയ കുട്ടിമാരിറങ്ങും. അപ്പോൾ അതിലൊക്കെ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ശ്രദ്ധിച്ചാൽ അതൊന്നും കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇത് എങ്ങനെയാണ് 3000 രൂപ ആക്കണം എന്നുള്ളത്. ഓരോ വർഷമാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണം, 2000 രൂപയാണല്ലോ ഉള്ളത്. 2000 രൂപ എന്ന് പറഞ്ഞാൽ 200 രൂപ വെച്ച് കൂട്ടേണ്ടി വരും. 5 വർഷം കൊണ്ടാണല്ലോ 3000. ഏറ്റവും ചുരുങ്ങിയ അങ്ങനെയെങ്കിലും ചെയ്യേണ്ടി വരും. അതല്ല 3000 രൂപ ഒറ്റയടിക്ക് കയറ്റി കൊടുത്താലും വലിയ കുഴപ്പമൊന്നും എൻ്റെ സംഭവിക്കാനുള്ളത്. ഇത് വളരെ ദരിദ്രരായ കുറേ മനുഷ്യരായി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ നമ്മൾ. അത് നമ്മൾ 2000 3000 ആകുമ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ടായി. അനർഹരായിട്ടുള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ അത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിലും ഈ അർഹർക്ക് തന്നെ കൃത്യമായിട്ട് അത് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം മേഖലകൾ അതിൻ്റെ പ്രശ്നങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ KSRTC ലാഭകരമായിട്ട് ഇതിനെ മാറ്റി തീർക്കുന്നതിന് ആവശ്യമായ പരിപാടികളിലേക്ക് കടക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ PSCയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഉയർത്തിയാൽ മാത്രം പോരാ. PSCയുടെ കൃത്യമായിട്ടുള്ള ഒഴിവുകൾ കണ്ടെത്തി അത് കൃത്യമായി ഫില്ല് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫില്ല് ചെയ്താൽ മാത്രമുള്ള ആളുകൾക്ക് ജോലി കിട്ടുള്ളൂ. ഈ ലിസ്റ്റിൻ്റെ കാലാവധി 6 മാസം കൂട്ടിയതിൻ്റെ പേരിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരെ നിയമിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഏറ്റവും ആദ്യത്തെ തീരുമാനമായിരുന്നു ആലപ്പുഴയിലുള്ള സംഭവം, രക്ഷാദൗത്യത്തിലുള്ള ആ തീരുമാനം. അത് എന്തായി തീരും? പിണറായി വിജയൻ ആ കേസിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ അതിനകത്ത് എന്ത് സംഭവിക്കാനൊന്നുമില്ല. അതിൽ കുടുങ്ങാനൊന്നും സാധ്യതയില്ല. രക്ഷാപ്രവർത്തനത്തിൽ അദ്ദേഹം ആണല്ലോ പ്രേരണ കൊടുത്തിരുന്നത്.
അല്ലേ? അദ്ദേഹത്തിന്റെ ഗവൺമെന്റ്മാരാണല്ലോ അത്തരം കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തിന്റെ അറിവും സമ്മതവും ഇല്ലാതെ അത്തരം കാര്യങ്ങൾക്ക് അവർക്ക് പോകാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് അറിയാലോ അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന്. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം കേരളത്തിലുണ്ടാ? അല്ല, നിയമപ്രകാരം പോയാൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അല്ല, അതിന് ഉള്ള ശേഷിയൊന്നും ഈ സർക്കാരുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവര് തമ്മിൽ പരസ്പരമായിട്ടുള്ള ചില സഹകരണങ്ങളൊക്കെ ഉണ്ടല്ലോ. പിണറായി വിജയനെ ജയിലിൽ കയറ്റാൻ വേണ്ടിയല്ലല്ലോ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. അങ്ങനെയല്ല, അല്ല, അപ്പോ ഈ സംഭവത്തിൽ കൃത്യമായി അദ്ദേഹം ആണല്ലോ ഈ പ്രേരണ കൊടുത്തത്, രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രേരണ കൊടുക്കുകയല്ല അദ്ദേഹം ചെയ്ത്. അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട പ്രവർത്തനം നടത്തി കഴിഞ്ഞപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ പേര് കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നേരിട്ട് കണ്ട കാര്യത്തെ എന്നെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. അതെ, മാത്രമല്ല ഞാനൊന്നും കണ്ടില്ല എന്നൊക്കെ പറയുകയാണ് ചെയ്തത്. അല്ല, ഞാൻ പറഞ്ഞ അതിന്റെ പേരിലൊന്നും ഇയാളെ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല. അങ്ങനത്തെ ഒരു അത്ഭുതത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ടും കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ആ പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയമായിട്ട് UDF എന്ത് വിജയിച്ചു. ഇടപെടാൻ തീരുമാനിച്ച സമയത്ത് കേരളത്തിൽ CPM തോൽപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളൊക്കെ പോലീസിനെതിരെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പോലീസ് നമ്മളെ പിടിച്ച് തല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തല്ലിയ സമയത്ത് അത് ആരെങ്കിലും രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെന്ത് ചെയ്യുമായിരുന്നു? അവൻ്റെ തലയിടിച്ച് പൊട്ടിക്കുമായിരുന്നു. അതാണ് ശരിക്കും പിണറായി വിജയന്റെ തലയിടിച്ച് പൊട്ടിക്കേണ്ടതാണെന്നുള്ള തോന്നൽ ആളുകൾക്കുണ്ടാവും. കാരണം നമ്മുടെ പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിനകത്ത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിയെ പോലെയുള്ള ഒരാൾ ഇത്തരം വാചകങ്ങൾ, ഇത്തരം പ്രവൃത്തികൾക്ക്, നീചപ്രവൃത്തികൾക്ക് ലേബലൊട്ടിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഭയങ്കര അപകടമാണ് അത്. കാരണം എന്ന് വെച്ചാൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്ന നവകേരള യാത്ര നടത്തിയില്ലായിരുന്നു ചിലപ്പോൾ ഇങ്ങനത്തെ വെക്കൂലായിരുന്നു, അല്ലേ? അതൊരു സത്യമാണ്. അത് കാരണം നവകേരള യാത്ര നടത്തുന്നത് മൂന്നാം പിണറായി സർക്കാരിന്റെ വരവിന് വേണ്ടിയാണ്. തുടക്കമൊക്കെ നല്ലതായിരുന്നു, അതിന്റെ ഉദ്ദേശവും നല്ല. കണ്ണൂർ മുതൽക്ക് ഇത് തുടങ്ങിയിരുന്നു അടി. അവിടെ തുടങ്ങിയപ്പോൾ അപ്പൊ തന്നെ അത് പൊളിഞ്ഞു. ചെടിച്ചട്ടി ചെടിച്ചട്ടി, അതേപോലെ തന്നെ ഹെൽമെറ്റ് ഒക്കെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരായിരുന്ന 3-4 പിള്ളേർ വന്ന കാര്യം കൂടി ഉപയോഗിച്ചാണ് ഈ പ്രതിഷേധം. അവരെയൊക്കെ പിടിച്ച് ഇടിക്കുകയും തല്ലുകയും കൊല്ലുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അംഗീകരിക്കും? ജനം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കാനുള്ളത്. കാരണം പുതിയ കാലമാണ്, എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എപ്പോഴും കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പം ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്, കരുണാകരൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തി കോളേജിൽ വന്ന സമയത്ത്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പതുക്കെ ഞങ്ങൾ കുറേ അധികം പേരുണ്ട് പ്രകടനം, ഞങ്ങൾ പതുക്കെ വളഞ്ഞ് തടുത്തുകൂട്ടി കെട്ടിടത്തിൻ്റെ മറവിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷമാണ് ഇടിയോട്. ഇപ്പോൾ തിരിക്കുന്ന ഒറ്റ ആളും കാണൂല, മനസ്സിലായി? അങ്ങനെ അത്ര ശ്രദ്ധയോടുകൂടിയാണ് അവർ ഇടിക്കാറ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ക്യാമറ തുറന്നു വെച്ചിട്ട് അതിൻ്റെ മുമ്പിലിട്ട് ഇടിച്ച് കാണിച്ചു കൊടുക്കണേ. എന്ത് സെൻസാണ് അതിനകത്തുള്ളത് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഈ ബോധം, അതായത് ഇവരൊക്കെ ഈ ഇത്തരം മർദ്ദനങ്ങൾ ഏറ്റ് അധികാരത്തിൽ വന്ന ആളുകളാണ്. അതിൻ്റെ പാഠം പോലും ഉൾക്കൊള്ളാതെ അഹങ്കാരികളും രാഷ്ട്രീയക്കാരും തെമ്മാടികളൊക്കെ ആയിട്ട് മാറുകതിൻ്റെ ഒരു ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് ഞാനും കണക്കാക്കുന്നത്. ഈ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന കാര്യങ്ങൾ, അതായത് മന്ത്രിസഭാ വികസനം എന്ന് പറയുന്നത് ആദ്യം മുഖ്യമന്ത്രി ആവുന്നവരെയുള്ള സമയവും അതിന് ശേഷമുള്ള നീക്കങ്ങളും എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതൊക്കെ ഇന്നാണ് തമിഴ്നാട്ടിൽ മന്ത്രിസഭാ വികസനത്തിന്റെ കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ നേരത്തെ പൂർത്തിയാക്കി, എല്ലാം കഴിഞ്ഞു. അല്ല, അതിലൊന്നും ഒരു കഥയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന പ്രവൃത്തികൾ മാത്രമാണ്. അവർക്കിങ്ങനെ ഒരുപാട് നേരം ചർച്ച ചെയ്തൊക്കെ മാത്രമേ ഇത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്തുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ചീത്തപ്പേരേനെ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആൾ മറന്നു കോൺഗ്രസ് ഇതാണ് എന്നെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. അതിൽ കൂടുതൽ അതിനകത്ത് പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുസ്ലിം ലീഗിൻ്റെയും അതേപോലെ തന്നെ ലത്തീൻ കത്തോലിക്ക സഭയുടെ അവകാശവാദങ്ങൾ എന്നൊക്കെ പറയുന്നത് ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓരോ വകുപ്പ് പിടിച്ചു വാങ്ങുന്നതിന് അത് മുഖ്യമന്ത്രിയാണ് ശരിക്കും അതൊക്കെ തീരുമാനിക്കുന്നത്. അതിനൊന്നും ഇവിടെ അവർ നിന്നു കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നതാണ് അതിൻ്റെ അകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങൾ. അത് പക്ഷേ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഓരോ ഘടകകക്ഷികൾക്കും അവരുടേതായിട്ടുള്ള അവകാശവാദങ്ങളും അവരുടേതായിട്ടുള്ള നിർബന്ധ ബുദ്ധികളും ഒക്കെ ഉണ്ടാവും. അതിന് എല്ലാത്തിനും വഴങ്ങുക എന്ന് പറയുന്ന ശീലങ്ങളിലേക്ക് പോകുന്നത് നല്ലതല്ല. മാത്രമല്ല, കേരളത്തിലുള്ള ഒരു പ്രത്യേകത, നമുക്കിപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭ അവർക്ക് എന്തുകൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിക്കൂടാന്ന് വെച്ചാൽ അവർക്ക് സ്ഥാനാർത്ഥി നിർത്താൻ പറ്റില്ല. നിയമപരമായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമല്ല. ഒരു മതത്തിൻ്റെ പേരിൽ മത്സരിക്കാനായിട്ട്
നമ്മുടെ ഭരണഘടന എന്ത് ചെയ്യുന്നില്ല, അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കോൺഗ്രസിൻ്റെ കുപ്പായി ഇട്ടിട്ട് ഒരാളെ ലത്തീൻ കത്തോലിക്കനായിട്ട് മത്സരിപ്പിക്കും. ആ ശീലങ്ങളിൽ നിന്നൊക്കെ അവരൊക്കെ മാറേണ്ടത് ആവശ്യമാണ്. മുസ്ലിം ലീഗും മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മത്സരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവരൊരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ആളുകളെ മത്സരിപ്പിക്കും എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളുടെ ഒരു യാഥാർത്ഥ്യമാണ്, കേരളത്തിൻ്റെ സ്ഥിതിയാണ്. അതിൽ നിന്നും ഒന്ന് പെട്ടെന്ന് മാറും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. വി.ഡി. സതീശൻ നേരത്തെ ഒരു മന്ത്രിസഭയിലും അംഗമായിരുന്നില്ല, മന്ത്രിയായിരുന്നില്ല. ആകെ ഉണ്ടായത് പ്രതിപക്ഷ നേതാവാകുക മാത്രമായിരുന്നു. അതിൽ വൻ വിജയം നേടി. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയ ആരോപണമല്ല, അദ്ദേഹത്തെ നെഗറ്റീവ് വശം എല്ലാവരും പറഞ്ഞിരുന്നത് അദ്ദേഹം നേരത്തെ ഭരിച്ചു പരിചയമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹത്തിന് ഇത്രയും ദിവസം കൊണ്ട് എത്ര മാർക്ക് കൊടുക്കാം അദ്ദേഹത്തെക്കുറിച്ചുള്ള? നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്, ഇത് ഈ പറയുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അബദ്ധജടിലമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിയായിരുന്നോ? ആണോ? അല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായി. നല്ല മുഖ്യമന്ത്രി എന്ന നിലക്കാണ് പലരും വിലയിരുത്തുന്നത്. അല്ല എന്നുള്ള കാരണം വി.ഡി. സതീശൻ 5 കൊല്ലം കഴിയുമ്പോഴേ നമുക്ക് അങ്ങനെ വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രി ആകുന്നതിനോ മന്ത്രിയാകുന്നതിനോ ഒന്നും ഒരു പരിചയമൊന്നും ആവശ്യമൊന്നുമില്ല. ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തായിരുന്നില്ല ഇത്രയും കാലമായിട്ട്. 5 വട്ടം അദ്ദേഹം MLA ആയിരുന്നു, നിയമസഭയിലിരിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്തിനാണ് ആളുകൾ അങ്ങനത്തെ അഭിപ്രായം പറയണം? അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ആ കഴിവ് അയാളുടെ പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യൽ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം തെളിയിച്ച കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് നമ്മളെ നിലവിൽ സംസാരിക്കാൻ തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നാച്ചുറൽ ചോയ്സ് എന്ന് പറഞ്ഞത് ആര്? സതീശനാണെന്നല്ലേ പറഞ്ഞത്. അതങ്ങനെയാണ്. ഇതിനിടയ്ക്ക് ഈ വിദണ്ഡവാദങ്ങൾ, അതിനൊന്നും ഒരു പ്രസക്തിയുമില്ല. വിലയിരുത്തൽ നമ്മൾ പക്ഷേ ഇപ്പോൾ സമയമായിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തീർന്നു. അദ്ദേഹത്തിന് പരിവാരങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലടക്കം ഒറ്റയ്ക്കിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് വേറെ പ്രൈവറ്റായ ഒരു സ്ഥലമാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനം, ഈ ദിവസം വരെയുള്ള പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നു? അല്ല, ഇതുപോലെ തന്നെയാണ്. അദ്ദേഹം എങ്ങനെ നല്ല പ്രതിപക്ഷ നേതാവാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നേ കാണാൻ പറ്റുള്ളൂ. സതീശൻ്റെ പോലെ തന്നെയാണ് ഞാനതും പറയുന്നത്. കാരണം അദ്ദേഹം മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നില്ല, അല്ലേ? ആയിരുന്നോ? ഇല്ല, പ്രതിപക്ഷ നേതാവായിട്ടില്ല. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രി ആയിട്ടുള്ളൂ. അതെ. അല്ല, പ്രതിപക്ഷ നേതാവ് ആയി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും അപാകതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം മാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രകടനങ്ങൾ ആ രീതിയിൽ വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ്. മാറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായ ഒരു നേതാവായി പ്രതിപക്ഷത്തിരിക്കാൻ പറ്റുന്ന ഒരു കക്ഷിയായിട്ട് ആളുകൾ കാണുന്നില്ല. ആദ്യം അത് മാറണം. അത് ഉടച്ചു മാറി പുതിയ തരത്തിലായാൽ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിന് വിജയിക്കാനായിട്ട്. അദ്ദേഹം പറഞ്ഞപ്പോൾ പൈലറ്റും വേണ്ട, സ്കോട്ടൊന്നും വേണ്ട. ഇത് നേരത്തെ തീരുമാനിച്ച പുള്ളി വലിയ ഹീറോ ആയിരുന്നേനെ. ഞാൻ തമാശ പറഞ്ഞല്ല, അങ്ങനെയല്ല, വൈദ്യുതിക്കുന്നല്ല. നമ്മളെ സമൂഹമാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരുന്നു, നമ്മളതൊക്കെ പറഞ്ഞിട്ടുള്ള അതൊന്നും നമ്മൾ ടെലിവിഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരുപാട് പല തരത്തിലും അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അദ്ദേഹം അതൊക്കെ മനസ്സിലാക്കാൻ തയ്യാറില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ വലിയ ഊജാവ് സംഘം ഉണ്ടാകുമായിരുന്നു. അവരാണ് അദ്ദേഹത്തെ നശിപ്പിച്ച് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇപ്പോൾ അദ്ദേഹം ഈ പാർട്ടിയുടെ അകത്ത് നടക്കുന്ന എല്ലാ വിമർശനങ്ങളും കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം ഇരുന്ന വേദിയിൽ ഇരുന്ന് വിമർശിച്ചതൊക്കെ മനസ്സിലായി. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ തിരിച്ചറിവ് അദ്ദേഹത്തെ പുതിയ തരത്തിൽ വേണമെങ്കിൽ പുനർനിർമ്മിക്കാം. ഈ വി.എസ്. അച്യുതാനന്ദൻ ഇതിനേക്കാൾ പ്രായമായ സമയത്താണ് പ്രതിപക്ഷ നേതാവായി ഷൈൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എന്ത് സംഭവിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവരെങ്ങനെ ആ ചലഞ്ച്, വെല്ലുവിളി ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിജയികളായി മാറും. രണ്ടുപേരുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ മാറും. മുഖ്യമന്ത്രി നിലയ്ക്ക് അദ്ദേഹത്തിന് വലിയ സാധ്യതകളുണ്ട്. പ്രതിപക്ഷ നേതാവാൻ, ഞാൻ മറ്റുള്ള ആൾക്കാർ പറയുന്നവരെ ഇയാൾ പ്രതിപക്ഷ നേതാവാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രതിപക്ഷ നേതാവ് എന്ന നിലക്കും അദ്ദേഹത്തിന് ഒരു നല്ല റോള് ഏറ്റെടുക്കാനായിട്ട് കഴിയേണ്ടതാണ്. ഈ രണ്ടുപേരും എങ്ങനെ ഓരോരുത്തരുടെ സ്ഥാനം, അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.